പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി പല അഭ്യൂഹങ്ങൾക്കും ഇടയാക്കി. തിങ്കളാഴ്ച വൈകുന്നേരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് രാത്രി സാമൂഹിക മാധ്യമങ്ങളിലൂടെ രാജി പ്രഖ്യാപിച്ചത്. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് ധൻഖർ. ആർ വെങ്കിട്ടരാമനും ബി ഗിരിയുമാണ് ഇതിനു മുൻപ് രാജിവെച്ചവർ. ആരോഗ്യ കാരണങ്ങളാലാണ് രാജിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനു പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നാണ് റിപ്പോർട്ട്. ആരാകും അടുത്ത ഉപരാഷ്ട്രപതി എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉയരുന്നത്. ഇതിനു മുൻപ് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് കൂടുതൽ കാലം തുടരില്ലെന്ന സൂചനയും ധൻഖർ നൽകിയിരുന്നു. 1951 രാജസ്ഥാനിലെ കിതാനയിലെ ജാട്ട് കർഷക കുടുംബത്തിൽ ജനിച്ച ജഗ്ദീപ് രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകനായിരിക്കെ ജനതാദളിലൂടെയാണ് രാഷ്ട്രീയത്തിലെത്തിയത്. ഹരിയാനയിലെ കർഷക നേതാവായ ചൌധരി ദേവിലാലിന്റെ സ്വാധീനത്തിലാണ് രാഷ്ട്രീയത്തിലെത്തിയത്. 1989 രാജസ്ഥാനിലെ ജുൻജുനുവിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലെത്തി. 1990 ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രിയുമായി. പിന്നീട് ജനതാദൾ വിട്ട് കോൺഗ്രസിലെത്തി. 1991 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ അജ്മീറിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് കിഷൻഗഡിൽ നിന്ന് ജയിച്ച പാർലമെന്റിലെത്തി. 1998 ജുൻജുനുവിൽ മത്സരിച്ചു തോറ്റു. 2003 BJPയിലെത്തി. 2019 പശ്ചിമബംഗാൾ ഗവർണറായി നിയമിതനായി. ഇക്കാലത്ത് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ സർക്കാരുമായുള്ള തുറന്ന പോരാട്ടത്തിലായിരുന്നു. ഇതിനിടെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ധൻഖറിനെ അവതരിപ്പിച്ചത്. 2022 ഓഗസ്റ്റിൽ മാർഗരറ്റ് ആൽവെ തോൽപ്പിച്ചാണ് ഉപരാഷ്ട്രപതിയായത്. ശശി തരൂർ MP, മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തുടങ്ങിയവരെയും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻതൂക്കമുണ്ടെന്നാണ് സൂചന. പാർലമെന്റിലെ ഇരു സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെട്ട ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിലൂടെയുള്ള പ്രാതിനിധ്യ സംവിധാനത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ. രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടിംഗ് നടക്കുക. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഒഴിവു വന്നാൽ അനാവശ്യ കാലതാമസം ഒഴിവാക്കി എത്രയും പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഭരണഘടനാ വ്യവസ്ഥ ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവു വന്നാൽ പാർട്ടി കേന്ദ്രങ്ങളിൽ ചൂടൻ ചർച്ചകൾ നടക്കും. ഇരു സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനായി ക്ഷണിക്കും. ഏതായാലും പുത്തൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള തീയതി വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. ഉപരാഷ്ട്രപതിയുടെ കാലാവധി അവസാനിക്കാൻ 2 മാസം ബാക്കിയുള്ളപ്പോൾ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെന്ന് ഭരണഘടനാ ചട്ടങ്ങൾ വ്യക്തമാക്കുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നയാൾ തീർച്ചയായും ഇന്ത്യൻ പൗരനായിരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. സർക്കാരിന് കീഴിൽ പ്രതിഫലം പറ്റുന്ന മറ്റൊരു പദവിയും വഹിക്കുന്ന ആളാകരുത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.